എല്ലാവർക്കും നമസ്കാരം. ആരാണ് മഹാദേവൻ? ഈ ചോദ്യത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ശിവൻ എന്നാൽ സ്വയംഭൂവാകുന്നു. പുരാതന കാലം മുതൽക്കേ ഏവരും ആരാധിക്കുന്ന പിതൃദൈവമാണ് മഹാദേവൻ. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽപ്പെട്ട ദേവനും സംഹാരത്തിൻ്റെ മൂർത്തിയുമാണ് ശിവൻ. ശിവനെ പല നാമങ്ങളിൽ നാം അറിയപ്പെടുന്നു. ദേവാദിദേവനായ മഹാദേവനായി, ദക്ഷിണാമൂർത്തിയായി, ഭൈരവനായി, മൃത്യുഞ്ജയനായി. ഇപ്രകാരം നാം അദ്ദേഹത്തെ ആരാധിക്കുന്നു. മനുഷ്യരോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ശിവൻ. മനുഷ്യനും പ്രകൃതിയും ഒന്നാണെന്നും സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പവിത്രത എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. ശിവം എന്നാൽ മംഗളകരം എന്നാണ് അർത്ഥം. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലൂടെ നാം ശിവനെ ആരാധിക്കുന്നു. ശൈവ വിശ്വാസപ്രകാരം ശിവസാന്നിധ്യമില്ലാത്ത ശരീരം ശവസമാനമായി കരുതുന്നു. ശിവനെ ആരാധിക്കുന്നതിലൂടെ മരണാനന്തരം ശിവനായി തീരുന്നുവെന്നും ശിവനിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുന്നുവെന്നുമാണ് വിശ്വാസം. ശിവന്റെ രൂപം മറ്റ് ദേവന്മാരിൽ നിന്നും വ്യത്യസ്തവും ഏവരെയും അത്ഭുതപ്പെടുത്തുന്നവയുമാണ്. ആ രൂപം നമ്മളിലേക്ക് ധാരാളം അർത്ഥങ്ങൾ പങ്കുവയ്ക്കുന്നു. കഴുത്തിൽ സർപ്പം, ജടയിൽ ചന്ദ്രക്കല, ജടയിൽ നിന്നൊഴുകുന്ന ഗംഗാനദി, നെറ്റിയിലെ മൂന്നാം കണ്ണ്, രുദ്രാക്ഷത്തെ ആഭരണമായി അണിഞ്ഞിരിക്കുന്നു. ദേഹമാസകലം ചുടലഭസ്മം, നീലകണ്ഠം, വലതുകൈയിൽ ഢമരുബന്ധന തൃശൂലം, പുലിത്തോൽ ധരിച്ചിരിക്കുന്നു. വാഹനമായി നന്ദികേശൻ. ഇപ്രകാരം പ്രകൃതിയോട് ഏറെ ഇണങ്ങി ജീവിക്കുന്ന ഒരു വൈരാഗിയാണ് പരമശിവൻ. ആദിയോഗി എന്നാണ് നാം ശിവനെ അഭിസംബോധന ചെയ്യുന്നത്. കൂടാതെ അദ്ദേഹത്തെ ആരാധിക്കാൻ പ്രതിഷ്ഠ ഉണ്ടാകാറില്ല. പകരം ജ്യോതിർലിംഗ രൂപത്തിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത്. ഭൂതഗണങ്ങളും പ്രേതങ്ങളും ശിവന്റെ ആജ്ഞാനുവർത്തികളായി കൈലാസത്തിൽ വിരാജിക്കുകയും അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം കൈലാസപർവ്വതം ശിവന്റെ വാസസ്ഥലമായി കരുതുന്നു. സതീദേവിയുടെ വിയോഗത്തിന് ശേഷം മഹാദേവൻ കൈലാസത്തിലേക്ക് യാത്രയാകുകയും അവിടെ ധ്യാനനിരതനായി കാലങ്ങളോളം ഇരിക്കുകയും ചെയ്തു. തുടർന്ന് പാർവതീദേവിയുമൊത്തുള്ള സംഗമത്തിലൂടെ ഭഗവാൻ കൈലാസത്തിൽ വാസമുറപ്പിച്ചു. വിഷ്ണു പുരാണത്തിൽ കൈലാസ പർവ്വതത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പർവ്വതത്തിൻ്റെ 4 മുഖങ്ങളിൽ ഓരോന്നും സ്ഫടികം, രത്നം, സ്വർണം, വൈഡൂര്യം എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണെന്നും പറയുന്നു. കൈലാസ പർവ്വതത്തെ വിശ്വാസത്തിൻ്റെ തൂണായും പുകഴ്ത്തുന്നു. ശിവന്റെ ആയുധങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് തൃശൂലം. സംസ്കൃത പദമായ തൃശൂലയിൽ നിന്ന് 3 എന്നർത്ഥം വരുന്ന ത്രി, മൂർച്ചയുള്ള അഗ്രഭാഗം അല്ലെങ്കിൽ സ്തംഭം എന്നർത്ഥം വരുന്ന ശൂല എന്നിവയിൽ നിന്നുമാണ് തൃശൂലം ഉരുത്തിരിഞ്ഞത്. തൃശൂലത്തിൻ്റെ 3 കൂർത്ത അഗ്രത്തിനും 3 ഗുണങ്ങൾ കൽപ്പിക്കുന്നു. സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം എന്നിങ്ങനെയുള്ള ത്രിഗുണങ്ങളാണ് തൃശൂലം പ്രതീകവൽക്കരിക്കുന്നത്. ശിവവാഹനമായ വൃഷഭമാണ് നന്ദി. പശുപതി എന്നൊരു നാമവും ശിവനുണ്ട്. പശു എന്ന വാക്കിന് മൃഗം എന്നാണ് അർത്ഥം. മൃഗങ്ങളുടെയെല്ലാം പാലകൻ എന്നാണ് പശുപതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരൂപത്തിലും നന്ദിയെ നാം ചിത്രീകരിക്കാറുണ്ട്. ഇപ്രകാരം ശിവന്റെ ഏറ്റവും അടുത്ത സേവകനായി അല്ലെങ്കിൽ ഒരു മകനായി നന്ദികേശ്വരൻ കാണപ്പെടുന്നു. ഇന്ത്യയിലുടനീളം ചെറുതും വലുതുമായ ധാരാളം ശിവക്ഷേത്രങ്ങൾ കാണപ്പെടുന്നു. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് വാരണാസിയിലെ അഥവാ കാശി വിശ്വനാഥ ക്ഷേത്രം. അതിപുരാതന നഗരമാണ് കാശി. കാശിയെ ശിവന്റെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ശക്തിപീഠമായ വിശാലാക്ഷി ക്ഷേത്രവും കാശിയുടെ കാവൽ ദൈവമായ കാലഭൈരവന്റെ ക്ഷേത്രവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവന്റെ ഉഗ്രരൂപമാണ് കാലഭൈരവൻ. പുണ്യപാവന നദിയായ ഗംഗ ഇതിലൂടെ ഒഴുകുന്നു. ധാരാളം ഭക്തർ ഇവിടെ എത്തി സ്നാനം നടത്തുന്നു. ധാരാളം സന്യാസിമാരെ ഇവിടെ കാണാം. കൂടാതെ മരണമടഞ്ഞ ശരീരങ്ങളുടെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുന്നു. ഇപ്രകാരം മോക്ഷപ്രാപ്തി ലഭിച്ച അവർ ശിവനിൽ ലയിക്കുന്നു എന്നാണ് വിശ്വാസം. ശിവന്റെ പ്രതിരൂപമാണ് ശിവലിംഗം. ലിംഗം എന്ന വാക്കിന്റെ അർത്ഥം അടയാളം അഥവാ ചിഹ്നം എന്നാണ്. ഇപ്രകാരം ശിവ ആരാധനയ്ക്കായി ശിവലിംഗം ഉപയോഗിച്ചു വരുന്നു. ശിവനെ ജ്യോതിർലിംഗ ഭാവത്തിൽ ആരാധിക്കുന്ന 12 ക്ഷേത്രങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. കൂടാതെ ശിവന്റെ സ്വയംഭൂലിംഗം ആരാധിക്കുന്ന ക്ഷേത്രമാണ് കേരളത്തിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. പ്രപഞ്ചത്തിൻ്റെ പിതാവാണ് ശിവൻ, മാതാവായി ശ്രീ പാർവതിയും. ഇപ്രകാരം അർദ്ധനാരീശ്വര സ്വരൂപത്തിൽ ശിവനെ കാണപ്പെടുന്നു. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം.
അവയുടെ മൂല്യം എന്താണെന്നും ഈ ബന്ധത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമാണെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. ഇപ്രകാരം എല്ലാവരുടെയും ഭോലേനാഥനായി ഭഗവാൻ ശിവൻ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും സംരക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൂടാതെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക.